എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രിവ്യൂവിൽ കണ്ട ഈ ഒരു ഗോഷ്യൻ ബ്ലർ ട്രാൻസിഷനാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. മാനുവലി ഈ ഒരു ട്രാൻസിഷൻ MP4 എഡിറ്റ്സിലൊക്കെ യൂസ് ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലുള്ള J7 MP4ൻ്റെ വീഡിയോസൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ ഈ ഒരു ട്രാൻസിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ 3 ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. 3 ഫോട്ടോസും അതേതായ രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ഒരു ട്രാൻസിഷൻ വരുന്ന സ്ഥലത്തായിട്ട് ഞാൻ മാർക്കും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എഡിറ്റിങ്ങും കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് അങ്ങനെ മാർക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ബ്ലർ സെലക്ട് ചെയ്യുക. നമ്മൾ ആഡ് ചെയ്യേണ്ട ബ്ലർ എന്ന് പറയുന്നത് ഗോഷ്യൻ ബ്ലറാണ്. ആ ഒരു ബ്ലർ ആഡ് ചെയ്യാം, സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എവിടെ നിന്നാണോ നമ്മുടെ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാണ്. അതിനുശേഷം രണ്ടാമതൊരു കീ ഫ്രെയിമും കൂടി ആഡ് ചെയ്യാണ്. ഈ രണ്ടാമതിൽ ഉള്ള കീ ഫ്രെയിമിൻ്റെ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് 0.400 ആണ്. കൂടിപ്പോയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. കാണുമ്പോൾ ജസ്റ്റ് ഒരു വൃത്തി ഉണ്ടാവണമെന്നുള്ളൂ. ജസ്റ്റ് 400 ആക്കി കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഫസ്റ്റ് കീ ഫ്രെയിം എടുത്തിട്ട് സ്ട്രെങ്ത്ത് 0% ആക്കി കൊടുക്കുക. ഇനി ഈ ഒരു രണ്ടാമത്തെ കീ ഫ്രെയിം എടുത്തിട്ട് നമ്മുടെ ഫോട്ടോയുടെ എൻഡിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുക. ഇങ്ങനെ ഇങ്ങനെ വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ബ്ലർ സെലക്ട് ചെയ്യുക, ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ട്രാൻസിഷനിൽ കൊടുത്ത അതേ ഒരു ലെങ്ത്തിൽ ഇവിടെയും നമ്മുടെ എൻഡിങ്ങിലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഇവിടെ ഇതുവരെയാണ് എൻ്റെ ട്രാൻസിഷൻ എനിക്ക് വരേണ്ടത്. ഞാൻ അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമതൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാണ്. ഈ ഒരു കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0.400 ആക്കി കൊടുക്കണം. നമ്മൾ അപ്പുറത്തെ സൈഡിൽ എത്ര ആണോ ചെയ്ത് അതുതന്നെ ഈ ഒരു സൈഡിലും ചെയ്യണം. ഈ ഒരു 400 ആക്കിയിട്ട് ഞാനിത് സ്റ്റാർട്ടിങ്ങിലോട്ട് പ്ലേസ് ചെയ്യുകയാണ്. ഇനി നമ്മുടെ ഫസ്റ്റ് കീയിലോട്ട് വന്നിട്ട് 0% ആക്കി കൊടുക്കുകയാണ്. കണ്ടോ? ഇതാണ് നമ്മുടെ ബ്ലർ ട്രാൻസിഷൻ. ഞാൻ ജസ്റ്റ് ഈ ഒരു സൈഡിലും ഞാനത് ജസ്റ്റ് കാണിച്ചു തരാം. ഇനി എഫക്റ്റ് സെലക്ട് ചെയ്യാണ്. ഞാൻ ഈ ഒരു ഫോട്ടോയിൽ ആദ്യം തന്നെ ഒരു ബ്ലർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ എൻഡിങ്ങിലായിട്ടും നമുക്ക് ട്രാൻസിഷൻ ചെയ്യാനായിട്ട് പറ്റും. ഞാനൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാണ്. 2 കീ ഫ്രെയിം ആണല്ലോ നമ്മൾ കൊടുക്കേണ്ടത്. ഞാൻ 2 കീ ഫ്രെയിം ആഡ് ചെയ്യാണ്. അതിൽ നമ്മുടെ ഈ ഒരു കീ ഫ്രെയിമിൽ 400 ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു കീ ഫ്രെയിം ഞാൻ 400 ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു കീ ഫ്രെയിം എടുത്തോട്ട് എൻഡിങ്ങിലോട്ട് പ്ലേസ് ചെയ്യുകയാണ്. എന്നിട്ട് ഫസ്റ്റ് കീ ഫ്രെയിമിലോട്ട് വന്നിട്ട് 0% ആക്കി കൊടുക്കണം. അത് ആക്കേണ്ട ആവശ്യമില്ല, ആയിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു കീ ഫ്രെയിമിൽ അങ്ങനെ ചെയ്തുകൊണ്ട് ഈ ഒരു കീ ഫ്രെയിം അങ്ങനെ തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് എഫക്റ്റ് സെലക്ട് ചെയ്ത് ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്തു, ബ്ലർ സെലക്ട് ചെയ്തു, ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു, രണ്ടാമത്തെ കീ ഫ്രെയിം ആഡ് ചെയ്തു, ഫസ്റ്റ് കീ ഫ്രെയിം എടുത്തിട്ട് 400 ആക്കി കൊടുത്തു. എന്നിട്ട് ആ ഒരു കീ ഫ്രെയിം എടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിലോട്ട് പ്ലേസ് ചെയ്തു. രണ്ടാമത്തെ കീ ഫ്രെയിം 0% ആക്കി കൊടുത്തു. 0% ആക്കി കൊടുത്തു. ഇങ്ങനെയാണ് നമ്മൾ ബ്ലർ ട്രാൻസിഷൻ ചെയ്യുക. ഇനിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ബോർഡറിലായിട്ട് ഒരു ബ്ലാക്കിഷ് വന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ആ ഒരു ട്രാൻസിഷൻ വരുമ്പോൾ അത് വളരെ ഡിസ്റ്റർബൻസാണ്. നമ്മൾ ട്രാൻസിഷൻ ചെയ്യുമ്പോൾ അത് ഡിസ്റ്റർബൻസാണ്. അതെങ്ങനെ കളയാമെന്നുള്ളതും കൂടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾ ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ഡിസ്ട്രക്ഷൻ ആൻഡ് വാപ്പിൽ പോയിട്ട് ഏറ്റവും അടിയിലായിട്ട് ടൈൽസ് എഫക്റ്റ് ഉണ്ടാവും. ആ ഒരു ടൈൽസ് എഫക്റ്റ് നിങ്ങൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ടൈൽസ് എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ടൈൽസ് ഓപ്ഷൻ നമ്മുടെ ഗോഷ്യൻ ബ്ലറിൻ്റെ മുകളിലായിട്ട് പ്ലേസ് ചെയ്യണം. ആ ഒരു ബ്ലാക്കിഷ്, നമ്മുടെ ആ ഒരു ബ്ലാക്കിഷ് പോയിട്ടുണ്ടാവും. ഈ ഒരു സംഭവം അടിയിലാണെങ്കിൽ ആ ഒരു ബ്ലാക്കിഷ് കാണാനായിട്ട് പറ്റും. ഈ ഒരു ടൈൽസ് എഫക്റ്റ് മുകളിലാക്കിയാൽ ആ ഒരു ബ്ലാക്കിഷ് പോയി കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ
ഈ ഒരു ടൈൽസ് എഫക്റ്റ് എല്ലാത്തിലും കൊണ്ടുപോയിട്ട് ആഡ് ചെയ്യുക. ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. ഡിസ്ട്രക്ഷൻ ആൻഡ് വാപ്പിൽ പോയിട്ട് ടൈൽസ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സും കൂടി ആഡ് ചെയ്യുക. ടൈൽസ് എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അതിനുശേഷം ഈ ഒരു ടൈൽസ് എഫക്റ്റ് എടുത്തിട്ട് മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. സോ ആ ഒരു ബോർഡറിൽ വരുന്ന ആ ഒരു പ്രശ്നവും നിങ്ങൾക്ക് സോൾവ് ആയിട്ടുണ്ടാവും. ഈ ഒരു ബോർഡറിലും ആ ഒരു ചെറിയതായിട്ട് ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. സോ ഞാൻ ഈ ഒരു ഫോട്ടോയിലും ആ ഒരു ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്യാണ്. എന്നിട്ട് ഈ ഒരു ടൈൽസ് എഫക്റ്റ് മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുകയാണ്. സോ ആ ഒരു ബോർഡറിൽ വരുന്ന ആ ഒരു ബ്ലാക്കിഷ് കളർ പോയിക്കിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഈ ഒരു ബ്ലർ ട്രാൻസിഷനിൽ ഗ്രാഫ് ആഡ് ചെയ്യുന്നില്ല. ഗ്രാഫ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഈ ഒരു MP4 എഡിറ്റ്സിൽ ഞാൻ യൂസ് ചെയ്യുന്ന MP4 എഡിറ്റ്സിലൊന്നും ഞാൻ ഗ്രാഫ് ആഡ് ചെയ്യാറില്ല. സോ നിങ്ങളുടെ ഇഷ്ടമാണ് ഗ്രാഫ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യാറില്ല, പൊതുവേ ഞാൻ ആഡ് ചെയ്യാറില്ല. ഓക്കെ, ഇനി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാഫായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ രണ്ടാമത്തേലും ഞാൻ ആ ഒരു ഗ്രാഫ് ആഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഗ്രാഫ് ആവും കുറച്ചുകൂടി ബെറ്റർ ആഡ് ചെയ്യുകയാണെങ്കിൽ. ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യാറില്ല. സോ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.